നിറഞ്ഞ ആത്മസംതൃപ്തിയോടെയാണ് കരുണൻ കുഞ്ഞ് ശിവഗിരിയുടെ പടവുകൾ നടന്നു കയറിയത്. നേരിട്ട് കാണുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എന്നെന്നും ആരാധനയോടെ സൂക്ഷിച്ച രൂപമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റേത്. ത്യാഗനിധിയായ തപോധനന്റെ കാൽപ്പാടുകൾ പതിഞ്ഞ അനേകം കർമ്മരഥ്യകൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണ്, ആ മഹാത്മാവിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം, ശ്രീനാരായണ ഗുരുവിന്റെ ഭൗതിക ശരീരം നിമഞ്ജനം ചെയ്ത പുണ്യസങ്കേതം, പൂജയ്ക്കുള്ള പൂക്കൾ പറിക്കൽ, ശാരദാമഠവും സമാധിമണ്ഡവും വൃത്തിയാക്കൽ, ശിവഗിരിയിലേക്ക് എത്തുന്ന അതിഥികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കൽ തുടങ്ങി വിവിധ കർമ്മങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്തു തീർത്തു. പ്രായത്തിൽ കവിഞ്ഞ പാകത, അടിയുറച്ച സത്യസന്ധത, അകളങ്കമായ വിനയം, പവിത്രമായ ഭക്തി, ആരെയും ആദരിക്കുവാനുള്ള സന്മനസ്, ഹൃദയം നിറഞ്ഞ സ്നേഹം, സദാ പ്രസന്നഭാവം, ഇതൊക്കെ അവിടെ വന്നുപോകുന്ന സന്യാസിമാരുടെയും പ്രമുഖരായ ഇതര വ്യക്തികളുടെയും ശ്രദ്ധ ആകർഷിച്ചു. ശാരദാമഠത്തിലെ പൂജാതി കർമ്മങ്ങൾക്കായി നിയോഗിച്ചതോടെ കരുണാകരൻ കൊച്ചുശാന്തിയായി. ഭക്തിസാന്ദ്രമായ മന്ത്രജപങ്ങളും പൂജകളുമെല്ലാം കേൾക്കുന്നവരിൽ എല്ലാവരിലും ഭക്തിയുടെ ഓളങ്ങൾ സൃഷ്ടിച്ചു. ഇത് കേൾക്കാനായി തന്നെ ആളുകൾ വന്നു തുടങ്ങി. ശിവഗിരിയിൽ കഴിയവേ ഒരു ദിവസം ആഗമാനന്ദ സ്വാമികൾക്ക് ബ്രഹ്മസൂത്ര ഉപദേശിച്ച മഹാപണ്ഡിതനും ബനാറസ് സർവകലാശാലയിലെ വേദാന്ത അധ്യാപകനുമായ ജഗദീശ്വരാനന്ദ സ്വാമികൾ അവിടെ എത്തിച്ചേർന്നു. ശിവഗിരിയിൽ കുട്ടിക്കാലത്തുള്ള തൻ്റെ ആത്മീയ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ ജനിച്ച കാലം മുതൽ എൻ്റെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നൊരു പ്രകാശരൂപമുണ്ട്. അത് സംസാരിച്ചാലേ എനിക്ക് സംസാരിക്കുവാനായി സാധിക്കുന്നുള്ളൂ. ഞാൻ പലരോടും ചോദിച്ചു, ആരും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കുഞ്ഞെ, നിന്റെ അനുഭവം സത്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു ചന്ദനത്തിരിയുടെ വെട്ടം പോലും ഞാൻ കണ്ടിട്ടില്ല. ഇതറിയണമെങ്കിൽ അനുഭവജ്ഞാനിയായ ഒരു ഗുരുവിനെ നീ കണ്ടെത്തണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊച്ചുശാന്തിയിൽ അനുരണനങ്ങൾ സൃഷ്ടിച്ചു. ജ്ഞാനിയായ ഒരു ഗുരുവിനെ കണ്ടെത്തണം. പിന്നീടുള്ള ചിന്ത അതുമാത്രമായിരുന്നു. കരുണാകര ഗുരുവിൻ്റെ ഉപദേശങ്ങളും ഉദ്ബോധനങ്ങളെയും സംശീകരിച്ചുകൊണ്ട് ശ്രീനാരായണ ദർശന ഗുരുവിൻ്റെ മഹത്വപൂർണമായ ഉദ്ബോധനങ്ങളെയും ഉപദേശങ്ങളെയും സംശീകരിച്ചുകൊണ്ട് ഒരു മാതൃക ആധ്യാത്മിക കേന്ദ്രമായി പരിലസിക്കുന്നതിൽ, പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രസ്ഥാനങ്ങൾക്കും ഗുരുവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും വളരെ സന്തോഷവും അഭിമാനവും നൽകുന്നതാണ്. ഇത്തരത്തിലൊരു പുതിയ സംരംഭവുമായി ഗുരു സഞ്ചരിച്ച വഴിയിലൂടെ എന്ന ഒരു പുതിയ സംരംഭവുമായി വരുന്നത് വളരെയേറെ മഹത്വപൂർണ്ണമാണ്. ഗുരുരത്ന ജ്ഞാന തപസ്വി ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുണ്യ സങ്കേതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ പുണ്യാത്മാക്കളുടെ സ്മരണകൾ, പുണ്യാത്മാക്കളുടെ ചിന്തകൾ, പുണ്യാത്മാക്കളുടെ പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയുവാനും അറിയിക്കുവാനും ഉൾക്കൊള്ളുവാനും അതുവഴി മാതൃകാപരമായ ജീവിതവും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുവാൻ കഴിയും. ഈ പ്രവർത്തനത്തിലൂടെ ഗുരുക്കന്മാർ ഒരു പരമ്പര നൽകിയ മഹത്തായ ആശയങ്ങളും ആദർശങ്ങളും നേടിക്കൊണ്ട് പകർന്നുകൊണ്ട് മാതൃകാപരമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയണം. ഇന്ന് നമ്മുടെ ഭൗതിക രംഗത്തായാലും ആധ്യാത്മിക രംഗത്തായാലും അശാന്തിയുടെയും അസ്വസ്ഥതയുടെയും മൂർത്തിഭാവമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെയും ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരയുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ വളരെയേറെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് സമൂഹത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന അസ്വസ്ഥർക്ക് പരിഹാരം കാണുവാൻ കഴിയണം. അത്തരത്തിലുള്ള ഒരു പരിഹാര മാർഗമായി ശാന്തിഗിരി എക്കാലത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. തുടർന്നും ശാന്തിഗിരി ആശ്രമത്തിന് പ്രവർത്തിക്കുവാൻ കൂടുതൽ ശക്തിയും ഊർജവും ഗുരുക്കന്മാർ നൽകട്ടെ, കരുണാകര ഗുരു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ശിവഗിരി മഠത്തിൻ്റെയുമുള്ള നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കരുണാകര ഗുരുസ്വാമികൾ യാത്ര ചെയ്ത വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മളിലേക്കും ആ ഒരു ഗുരുത്വമാണ് നമ്മളിലേക്കും പകർന്നു വരുന്നത്. നീണ്ട 17 വർഷം എന്ന് പറയുമ്പോൾ ഒരു ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ഏറ്റവും താഴ്ന്ന ഒരവസ്ഥയിലേക്ക് വന്നു കയറുമ്പോൾ ഉണ്ടാകുന്ന അവിടം മുതൽ അതിൻ്റെ ഏറ്റവും ഔന്നത്യത്തിൽ ഒരു ലക്ഷ്യം എവിടെയാണോ സാധീകരിക്കേണ്ടത് അവിടം വരെ എത്തുന്ന ഒരു നീണ്ട യാത്രയാണ് കരുണാകര ഗുരുസ്വാമികൾ ശിവഗിരി മഠത്തിൽ അനുഷ്ഠിച്ചത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യാത്ര ഗുരുവിൻ്റെ ജീവിതത്തിലേക്കുള്ള ഒരു യാത്രയാണ് എന്ന് മാത്രമല്ല, ശാന്തിഗിരി ആശ്രമത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഏറ്റവും ഗുരുവിൻ്റെ ശ്രീനാരായണ ഗുരുദേവൻ്റെ സിദ്ധാന്തങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുക, അല്ലെങ്കിൽ പലപ്പോഴും പല പ്രമുഖമായിട്ടുള്ള കേന്ദ്രങ്ങളും ഗുരുവിൻ്റെ സന്ദേശങ്ങളെ കേവലം അക്കാഡമിക്കായിട്ട് പഠിക്കുമ്പോൾ അതിനെയൊക്കെ യാഥാർത്ഥ്യമാക്കുക, പ്രാവർത്തികമാക്കുക എന്ന് പറയുന്ന വലിയൊരു ദൗത്യമാണ് ശാന്തിഗിരി ആശ്രമം ഏറ്റെടുത്ത് നടപ്പാക്കിയത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത. കാരണം ഗുരു പറഞ്ഞു, വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടണമെന്ന് ഗുരു ഭക്തന്മാരോട് ആവശ്യപ്പെട്ടു. എല്ലാവരും എല്ലാ അവസരത്തിലും അതൊരു മുദ്രാവാക്യമായി വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടണമെന്ന് പറഞ്ഞു. പക്ഷേ ആരും തന്നെ ആ ഒരു ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വ്യവസായ സംരംഭം ആരംഭിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തതായിട്ട്, ഏതെങ്കിലും പ്രസ്ഥാനങ്ങളോ മറ്റൊക്കെ ചെയ്തതായിട്ട് നമുക്കങ്ങനെ അധികം കാണാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ നമ്മൾ ശാന്തിഗിരി ആശ്രമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ചെറുകിട വ്യവസായങ്ങളായാലും മറ്റു തരത്തിലുള്ള സംഗതികളായാലും എല്ലാം തന്നെ പ്രായോഗികമാക്കുക എന്ന് പറയുന്ന വലിയൊരു ദൗത്യമാണ് കരുണാകര ഗുരുസ്വാമികൾ അവിടെ ചെയ്തു വെച്ചത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ വിദ്യാഭ്യാസം കൊണ്ട്, വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക തുടങ്ങിയ ഗുരു എന്തെല്ലാം തരത്തിലുള്ള സംഗതികളാണോ, എന്തെല്ലാം ഉപദേശങ്ങളാണോ നമുക്ക് നൽകിയത്, അതിനെയൊക്കെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളെ അതിലേക്ക് നയിക്കുക എന്ന് പറയുന്ന ഒരു പ്രായോഗികതയുടെ ആശ്രമമാണ് ശാന്തിഗിരി ആശ്രമം. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും വളരെ അത്ഭുതത്തോടു കൂടിയാണ് എപ്പോഴും ആശ്രമത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നവസ്ത്രാദിമുട്ടാതെ തന്നുരക്ഷിച്ചു ഞങ്ങളെ ധന്യരാകുണി ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിന്മഹിമയും നീയുമെന്നുള്ളിലാകണം. ശിവഗിരിയുടെ നിരവധി ഉപശാഖകളിൽ ശാന്തിക്കാരനായും മറ്റുള്ള ചെറിയ ചുമതലകളിലൊക്കെയായി പൂജാരിയൊക്കെയായിട്ട് ഗുരു ജീവിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിലുള്ള സന്യാസിമാരെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഗുരുവുമായി ഏറെ ബന്ധമുള്ളതാണ്. ഇന്നലെ വളരെ ആകസ്മികമായി അദ്വൈതാശ്രമത്തിൽ വെച്ച് ശിവഗിരിയുടെ മഠാധിപതി പ്രസിഡന്റിനെ കണ്ടുമുട്ടുകയും അദ്ദേഹവുമായിട്ട് സ്നേഹോഷ്മളമായ സംഭാഷണങ്ങൾ നടത്തുവാനും കഴിയുകയുണ്ടായി. നമ്മുടെ എല്ലാവരുടെയും ഈ യാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതൊരു അവധൂത യാത്രയാണ്. സന്യാസത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആളുകൾക്കെല്ലാം പുണ്യ സ്ഥലങ്ങളിൽ, മഹാത്മാക്കളായ ആളുകളുടെ ജീവിതം പുലർന്ന സ്ഥലങ്ങളിൽ, അവരുടെ കർമ്മരഥ്യകൾ നടന്ന സ്ഥലങ്ങളിലൊക്കെ പോകുക എന്നുള്ളത് അവരുടെ അനുഭവ പരിചയത്തിൻ്റെ, അനുഭൂതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കർത്തവ്യമാണ്. നവജ്യോതി ശ്രീ കരുണാകര ഗുരു സഞ്ചരിച്ച വഴികളിലൂടെ കടന്നു പോകുക, അത് ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉദാത്തമായ കർമ്മമാണ്. ഗുരുവിൻ്റെ കർമ്മമണ്ഡലമായ ശ്രീനാരായണ ഗുരുവിൻ്റെ തപോജ്വലമായ ഈ ത്യാഗ ഭൂമികയിലേക്ക്, ഈ കാരുണ്യത്തിൻ്റെ അനന്തസ്ഥലിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ വലിയ ഭാഗ്യമായി കരുതുന്നു.